നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് ആയിട്ടുള്ള കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് രണ്ട് ഇക്വേഷനാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും ആണ്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മീൻസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറും ആണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 4x ഈസ് ഈക്വൽ ടു 5 ആക്കി മാറ്റുക. അതായത് ആദ്യത്തെ രണ്ട് ടേംസ് മാത്രം മതി ലെഫ്റ്റ് സൈഡിൽ, ബാക്കിയുള്ള കോൺസ്റ്റന്റിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഈ ഫോമിലാണ് നമ്മുടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4x ഈസ് ഈക്വൽ ടു 5. ഇനി നോക്കേണ്ടത് ഫസ്റ്റത്തെ ടേം ഈ എ സ്ക്വയർ ഫോമിലാണോ എന്ന് നോക്കുക. എ സ്ക്വയർ ഫോം മീൻസ് എന്താണ്? എയുടെ സ്ക്വയർ. നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ടേം എക്സിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേം എക്സിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എക്സിന്റെ സ്ക്വയർ ഫോമിൽ അല്ല വരുന്നതെങ്കിൽ വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യേണ്ടി വരും. അത് നമുക്ക് എന്താണ് രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എക്സിന്റെ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ. രണ്ടാമത്തെ ടേം നമുക്ക് വരേണ്ടത് എന്താണ്? 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെഫ്റ്റ് സൈഡിനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറോ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലോ നമുക്ക് ലെഫ്റ്റ് സൈഡിനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ റൈറ്റ് സൈഡിനെ നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നോ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നോ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ മെത്തേഡിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4x വരെ നമുക്ക് കിട്ടി. ആദ്യത്തെ രണ്ട് ടേംസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ്? എ സ്ക്വയറും പ്ലസ് 2ab. അതിൽ എ എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അല്ല, നമ്മൾ എ സ്ക്വയർ ഫോം ആണ് എഴുതുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എടുത്തോളാം ഫസ്റ്റ് ടേമിന്റെ. ഇനി ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് 2ab ഈസ് ഈക്വൽ ടു ഏതാണ്? ഈ 2ab ഈസ് ഈക്വൽ ടു മിഡിലിൽ കിടക്കുന്ന ടേം. പ്ലസും മൈനസും ഒന്നും വേണ്ട, ജസ്റ്റ് ആ ടേം മാത്രം മതി നമുക്ക്. അപ്പോൾ 2ab ഈസ് ഈക്വൽ ടു 4 മാത്രം എഴുതുക. ഇവിടെ നിന്നിട്ട് ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ബി മീൻസ് ലാസ്റ്റ് കൊടുക്കുന്ന ഒരു സ്ക്വയർ ഉണ്ട്. ബി സ്ക്വയർ ആഡ് ചെയ്ത് കൊടുത്താലേ നമുക്കിത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ആ ബി സ്ക്വയർ നമ്മൾ ഇതിൽ നിന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് 2abക്ക് പകരം 4 കൊടുത്തത്. അതിനകത്ത് നമ്മുടെ ബി ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, എന്ത് വരും? 4 ഡിവൈഡഡ് ബൈ 2a എന്ന് വരും, ആണല്ലോ. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 2 വരും. അപ്പോൾ നമ്മുടെ ബിയുടെ വാല്യൂ ആണ് 2. ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 2 ഇൻറ്റു എക്ക് പകരം എക്സ് അല്ലേ, 1x കൊടുക്കാം നമുക്ക് അവിടെ. ദെൻ ബിക്ക് പകരം നമ്മുടെ സെക്കൻഡ് ടേം എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് ഇട്ട് തന്നെ ചെയ്യാം. ഇവിടെ എക്സ് കൊടുക്കുകയാണെങ്കിൽ എക്ക് പകരം 1x എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക? ഈ ടേം കംപ്ലീറ്റ് എഴുതേണ്ടി വരും. 4x എന്ന് ഇവിടെ കൊടുക്കേണ്ടി വരും. അത്ര മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യും? ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോവും. ഇനി അപ്പോൾ 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ബി, എ ഇൻറ്റു ബി പ്ലസ് ഇനി ആരാ വേണ്ടത്? ബി സ്ക്വയർ വേണം അല്ലേ. ബി സ്ക്വയർ ആരാണ്? 2 അല്ലേ നമ്മൾ ബി ആയിട്ട് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ച ആളിന്റെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മളൊന്നും ചെയ്തില്ല. എന്താണ്? ഫസ്റ്റ് ടേമിനെ ഇങ്ങനെ എഴുതി 4xനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്തത്? ഇവിടെ കണ്ടുപിടിച്ച ബിയുടെ സ്ക്വയർ രണ്ട് സ്ഥലത്തും ആഡ് ചെയ്തു. വാല്യൂവിൽ ചേഞ്ച് വരാതിരിക്കാനാണ് ഇക്വേഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് എന്ത് ഫോമാണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോം അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇവിടെ എ കിട്ടും, ഇത് ബി ആണ്. പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് നടുവിലത്തെ സൈന് നോക്കിയിട്ട്, മിഡിൽ ടേമിന്റെ സൈന് നോക്കിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഫോം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 4 എത്രയാണ് കിട്ടുന്നത്? 9 കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സ് പ്ലസ് 2 നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? സ്ക്വയർ റൂട്ട് 9 ആണ്, ആണല്ലോ. സ്ക്വയർ റൂട്ട് 9 എത്രയാണ്?
3. വെറും 3 ആണോ? 3യുടെ സ്ക്വയർ 9 ആണ്. മൈനസ് 3യുടെ സ്ക്വയറോ? അത് 9 ആണ് അല്ലേ? അപ്പൊ √9 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? +3യും കൊടുക്കാം, -3യും കൊടുക്കാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ? x+2ന്റെ വാല്യൂ 3 വന്നാൽ എന്ത് ചെയ്യും? x+2ന്റെ വാല്യൂ 3 വന്നാൽ എന്ത് ചെയ്യും? അതേപോലെ -3 വന്നാൽ എന്ത് ചെയ്യും? x is equal to 3 - 2 which is equal to 1. അതേപോലെ ഇവിടെ എന്ത് വരും? -3 - 2 which is equal to -5. ഇവിടെ ഇപ്പോൾ എക്സിന് ആരൊക്കെയാണ് കിട്ടിയത്? 1ഉം -5ഉം കിട്ടി. അപ്പോൾ 1ഉം -5ഉം ആയിരിക്കും ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ്റെ എന്തായിട്ട് വരുന്നത്? റൂട്ട്സ് ആയിട്ട് വരുന്നത്, സൊല്യൂഷൻ ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ആദ്യത്തെ 2 ടേംസിനെ മാത്രം അവിടെ നിർത്തിയിട്ട് നമ്മുടെ കോൺസ്റ്റന്റ് ടേമിനെ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അതിനുശേഷം ചെയ്തത് എന്താണ്? 2ab പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അവിടെ നിന്നിട്ട് b കണ്ടുപിടിക്കുന്നു. അതിനടുത്ത സ്റ്റെപ്പിൽ ബിയുടെ സ്ക്വയർ രണ്ടിടത്തും ആഡ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ഓക്കെ, നോക്കിക്കേ. 9x² - 15x + 6 is equal to 0 ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് 6നെ റൈറ്റിലോട്ട് കൊണ്ടുപോകണം അല്ലേ? അപ്പം 9x² - 15x is equal to -6. ഇനി എന്ത് ചെയ്യുക? സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ ആരെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ 2ab പകരം ആരെ കൊടുക്കുക? -15 കൊടുക്കുക. അതുപോലെ ഇവിടെ നിന്ന് ഇനി ആരെ കണ്ടുപിടിക്കാനുണ്ട്? a എത്രയാണെന്ന് അറിയണം അല്ലേ? 9x² എന്തിൻ്റെ സ്ക്വയർ ആണ്? 3x അല്ലേ? 3യുടെ സ്ക്വയർ 9ഉം എക്സിൻ്റെ സ്ക്വയർ x² ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്ത് വേണം? 2 × a × b ആരായിരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ b അറിയാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? 2ab 15 ആയിരുന്നു. b is equal to 15/2a. That is 15 divided by 2 into a എത്രയാണ് നമ്മുടെ? 3xൽ 3 മതിയല്ലോ നമുക്ക്, 3. അപ്പോൾ എന്താ കിട്ടുന്നത്? 5/2 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ b എത്രയായിരുന്നു ഇവിടെ? 5/2. അപ്പോൾ അതിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് -15 കിട്ടുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? വിച്ച് ഇസ് ഈക്വൽ ടു -6 ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ബിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക അല്ലേ? 3x (2) -2 × 3x × 5/2 + 5/2 (2) is equal to -6 plus again 5/2 (2). ഓക്കെ, അപ്പോൾ ഇതെന്താ കിട്ടുന്നത്? ഫസ്റ്റ് ടേം 3x, ലാസ്റ്റ് ടേം 5/2, മിഡിൽ ടേം നോക്കുമ്പോൾ മൈനസ്, ദറ്റ് ഈസ് 3x - 5/2 (2). ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. 6 + 5/2 (2) ചെയ്തെടുക്കാനുണ്ട്. -6 + 5² 25 (4) അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 6 4s are 24 + 25 (4) is equal to 1/4 ആണല്ലോ. അപ്പോൾ ഇതിന് പകരം വരുന്നത് 1/4. ഇനി നോക്കിക്കേ, 3x - 5/2 (2) 1/4 ആണെങ്കിൽ 3x - 5/2 is equal to അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തൊക്കെയാണ് വരുന്നത്? +or -1/2. +1/2 വരാം, -1/2 വരാം. അതാണ് +or -1/2 വരാം. ഓക്കെ, ഇപ്പോൾ 3x - 5/2 is equal to 1/2 or x - 5/2 is equal to -1/2. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 3x is equal to 1/2 + 5/2 which is equal to 6/2, that is 3. അതുപോലെ ഇവിടെയോ -1/2 + 5/2 which is equal to 4/2, that's equal to 2. അപ്പോൾ 2ഉം 3ഉം ആണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷന് വരാവുന്ന റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ടായിരുന്ന എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ 7, എക്സാമ്പിൾ 8 ആൻഡ് എക്സാമ്പിൾ 9. അപ്പോൾ അതിൽ എക്സാമ്പിൾ 7 പറയുന്നത് 2x² - 5x + 3 is equal to 0 ആണ്. അപ്പോൾ നോക്കിക്കേ, 2x² എന്ന് പറയുന്നത് ഏതെങ്കിലും ടേമിൻ്റെ സ്ക്വയർ ആണോ?
അല്ല അല്ലേ? അപ്പോൾ അവിടെ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് എന്താ ചെയ്യാൻ നോക്കിക്കേ. ഇപ്പോൾ ഫസ്റ്റ് നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുമോ? 2 ആണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ 4 ആയി കഴിഞ്ഞാൽ 2ന്റെ സ്ക്വയർ ആകും. അപ്പോൾ 4 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 2x സ്ക്വയറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 4x സ്ക്വയർ ആകും. ആ 4x സ്ക്വയറിനെ നമുക്ക് 2x ദ ഹോൾ സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x സ്ക്വയർ മൈനസ് 10x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആയി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. 2x ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താണ് 10x കൊടുക്കുക അല്ലേ? മൈനസ് 10x ഈസ് ഈക്വൽ ടു പ്ലസ് 6നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി മൈനസ് 6 ആക്കി മാറ്റി. ഇപ്പോൾ 2x ദ ഹോൾ സ്ക്വയർ മൈനസ് 10x. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒരു ടേം റൈറ്റിലും ലെഫ്റ്റിലും ആഡ് ചെയ്യാനുണ്ട്. ആ ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2ab പകരം നമ്മൾ മിഡിൽ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു a ഇൻറ്റു b അല്ലെ? b ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ 2 ഇൻറ്റു a എത്രയാണ്? 2x അല്ലേ? അപ്പോൾ അതിൽ 2 മാത്രം എടുക്കുക. 2 വരും. ദറ്റ് ഈസ് 5/2. അപ്പോൾ b എത്രയാണ് കിട്ടുന്നത്? b ഈസ് ഈക്വൽ ടു 5/2. അപ്പോൾ 5/2ന്റെ സ്ക്വയർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 5/2 അല്ല ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. 5/2ന്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ടേം എന്ത് വന്നു? 2x ദ ഹോൾ സ്ക്വയറിലെ 2xും ലാസ്റ്റ് ടേം 5/2 ദ ഹോൾ സ്ക്വയറിലെ 5/2ഉം മിഡിൽ ടേമിലെ മൈനസും കൂടെ ചേരുമ്പോൾ നമുക്ക് 2x മൈനസ് 5/2 ദ ഹോൾ സ്ക്വയർ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം അല്ലേ നമുക്ക്? മൈനസ് 6 പ്ലസ് 5/2 ദ ഹോൾ സ്ക്വയർ ദറ്റ് ഈസ് 25/4. നേരത്തെ നമ്മൾ ചെയ്തത് തന്നെയാണ്. മൈനസ് 24 പ്ലസ് 25/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/4 അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? 2x മൈനസ് 5/2 ഈസ് ഈക്വൽ ടു റൂട്ട് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ ഇവിടെ നിന്ന് 2x മൈനസ് 5/2 ഈസ് ഈക്വൽ ടു 1/2 ഓർ 2x മൈനസ് 5/2 ഈസ് ഈക്വൽ ടു മൈനസ് 1/2. ഇവിടെ എന്താ വരുന്നത്? 2x ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 5/2 വിച്ച് ഈസ് ഈക്വൽ ടു 6/2 വിച്ച് ഈസ് ഈക്വൽ ടു 3. അതുപോലെ എന്താണ്? 2x മൈനസ് 5/2 ഈസ് ഈക്വൽ ടു മൈനസ് 1/2ൽ 2x ഈസ് ഈക്വൽ ടു പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4/2 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇവിടെ 2x ഈസ് ഈക്വൽ ടു 3 കിട്ടി. അപ്പോൾ x ഈക്വൽ ടു എന്ത് വരും? 3/2. ഇവിടെയോ 2x ഈസ് ഈക്വൽ ടു 2 വന്നു, വിച്ച് ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു 2/2 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ് കിട്ടുന്നത്? 3/2 ആൻഡ് 1 ആർ ദി റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എക്സാമ്പിൾ 8 നമുക്കൊന്ന് നോക്കാം. 5x സ്ക്വയർ മൈനസ് 6x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? അപ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഫസ്റ്റ് ടേം നോക്കുക, പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല, 5 ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 25x സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 5 30x മൈനസ് 2 ഇൻറ്റു 5 10 ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് സ്റ്റെപ്പായി. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് മതി? 2 സ്റ്റെപ്പ് മതി. ബാക്കിയുള്ളതൊക്കെ റൈറ്റ് സൈഡിലോട്ട് പോവുക. ഇറ്റ് ഈസ് 25x സ്ക്വയർ മൈനസ് 30x ഈസ് ഈക്വൽ ടു 10. മൈനസ് 10 പ്ലസ് 10 ആയി. അടുത്തത് എന്താണ്? 25x സ്ക്വയറിനെ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? 5x ദി ഹോൾ സ്ക്വയർ. സെക്കൻഡ് ടേം ഓക്കെ. ഇനി തേർഡ് ടേം നമുക്ക് കിട്ടാനുണ്ട്. തേർഡ് ടേം രണ്ട് സൈഡിലും ആഡ് ചെയ്യാനുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2ab പകരം എന്താ കൊടുക്കേണ്ടത്? 30 കൊടുക്കുക. b ഈസ് ഈക്വൽ ടു 30/2a. ഡയറക്റ്റ് ആയിട്ട് b കിട്ടാൻ എന്താണ് മിഡിൽ ടേമിനെ 2a കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a ആരാ നോക്കിക്കേ? എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 5. 2 ഇൻറ്റു 5 10 വരും. 10 വരുമ്പോഴത്തേക്ക് എത്ര വരും? നമുക്ക് 3 വരും. അപ്പോൾ b ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ബിയുടെ സ്ക്വയർ, അത് മറന്നു പോകരുത്, b അല്ല ബിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? 5x ഉണ്ട്, 3 ഉണ്ട്, സൈന് മൈനസ് ആണ്. അപ്പോൾ 5x മൈനസ് 3 ദി ഹോൾ സ്ക്വയർ വരും. റൈറ്റ് സൈഡ് എങ്ങനെയാണ് വരുന്നത്? 10 പ്ലസ് 9 ദറ്റ് ഈസ് 19 വരും.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 5x - 3 ഈസ് ഈക്വൽ ടു √19. സ്ക്വയർ റൂട്ട് 19 വാല്യൂ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്ലസ് ഓർ മൈനസ് √19 പ്ലസ് 19ഉം പ്ലസ് √19ഉം മൈനസ് √19ഉം കൊടുക്കാം നമുക്ക്. അപ്പോൾ 5x - 3 ഈസ് ഈക്വൽ ടു √19ഉം വരാം, 5x - 3 ഈസ് ഈക്വൽ ടു മൈനസ് √19ഉം വരാം. അപ്പോൾ ഇവിടെ 5x ഈസ് ഈക്വൽ ടു എന്ത് വരാം? √19 പ്ലസ് 3. ഇവിടെ എന്ത് വരും? റൂട്ട് മൈനസ് √19 പ്ലസ് 3. x ഈസ് ഈക്വൽ ടു √19 പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 5, or here x is equal to minus √19 plus 3 whole divided by 5. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നതിൽ എന്തെടുക്കാൻ പറ്റില്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ലായിരുന്നു. അപ്പോൾ അത് റൂട്ടിനകത്ത് ഇട്ടിരുന്നാൽ മതി. പക്ഷേ പ്ലസ് ആൻസറും വേണം മൈനസ് ആൻസറും വേണമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രണ്ട് വാല്യൂസ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിനകത്ത് പവർ 2 ഡിഗ്രി 2 ആണെങ്കിൽ 2 സൊല്യൂഷൻസ് കാണും, 2 റൂട്ട്സ് കാണും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പ്ലസ് റൂട്ടും മൈനസ് റൂട്ടും ഇട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ 9 എന്താണെന്ന് നോക്കാം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്, നോക്കാം നമുക്ക്. എന്താ? 4x² + 3x + 5 ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് ടേം ഓക്കെ ആണ്. 2x ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 3x ഉണ്ട്. ഇനി ചെയ്യേണ്ടത് പ്ലസ് 5നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി -5. ദെൻ 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 3x. ഇനി ഒരു ടേമും കൂടെ വേണമല്ലോ അല്ലേ, രണ്ട് സൈഡിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ഇട്ടിട്ട്. എന്ത് വേണം നമുക്ക്? ഇനി എന്ത് വേണം? 2ab പകരം മിഡിൽ ടേം ചെയ്ത് ബിക്ക് പകരം നമ്മൾ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? b ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഡിവൈഡഡ് ബൈ 2a ചെയ്യണം അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആരാ എക്സിന്റെ കോഎഫിഷ്യന്റ്? 2. ദറ്റ് ഈസ് 3/4 ആണല്ലോ. അപ്പോൾ 3/4ന്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ലെഫ്റ്റ് സൈഡിനെ 2x 3/4 മിഡിൽ ടേം പോസിറ്റീവ് ആണ്, ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. എന്താ വരുന്നതെന്ന് നോക്കാം. -5 പ്ലസ് 3/4 ദ ഹോൾ സ്ക്വയർ. 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. 16 ഇൻറ്റു 5 ചെയ്യണം. 5 6 30, then 80. അപ്പോൾ -80 പ്ലസ് 9 ഹോൾ ഡിവൈഡഡ് ബൈ 16. -80 പ്ലസ് 9 മീൻസ് എത്രയാണ് വരുന്നത്? -71 ഡിവൈഡഡ് ബൈ 16. -71 ഡിവൈഡഡ് ബൈ 16 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 2x പ്ലസ് 3/4 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും? ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കും. നെഗറ്റീവ് നമ്പേഴ്സിന് സ്ക്വയർ റൂട്ട് ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ നമ്മൾ? ഇല്ല, റിയൽ വാല്യൂസ് ഇല്ല അല്ലേ. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അങ്ങോട്ട് പോകാനായിട്ട് സ്റ്റെപ്പ് ഇല്ല. എന്ത് പറയാം നമുക്ക്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിയൽ വാല്യൂസും നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റില്ല? എക്സിന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ പറയാം നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് നോ റിയൽ റൂട്ട്സ് എന്ന് പറയാം. ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 4x² + 13x + 5 ഈസ് ഈക്വൽ ടു 0 ഹാസ് നോ റിയൽ റൂട്ട്സ്. റിയൽ നമ്പേഴ്സ് ഒന്നും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വരത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാൻ കാരണം നമ്മുടെ സ്ക്വയർ റൂട്ടിനകത്ത് എന്ത് വന്നതുകൊണ്ടാണ്? നെഗറ്റീവ് വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ സ്ക്വയർ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഈ ഇക്വേഷന് നമുക്ക് റിയൽ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസുമായി കാണാം. താങ്ക് യു.